ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കോൺട്രാക്ട് കാരേജ് ബസ്സുകളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുന്നതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സർവീസ് ചാർജ് ഈടാക്കുന്നതിലെ വീഴ്ച മറയ്ക്കാനാണ് വിചിത്ര നടപടിയെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ നിഷേധിക്കുന്നതിനാൽ ബസ് നിരത്തിലിറക്കാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് പരാതി. 2018 മുതൽ 2022 വരെ സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ സേവനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് സർവീസ് ചാർജ് ഈടാക്കിയിരുന്നില്ല. പിന്നീട് ബസ്സുകളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി സർവീസ് ചാർജ് ഈടാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുന്ന വാഹനങ്ങൾക്ക് ടാക്സ്, ഫിറ്റ്നസ് തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങൾ നിഷേധിച്ചെന്നാണ് പരാതി. ഇതോടെ കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ മാസം 12-ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. എന്നാൽ കോടതി ഉത്തരവ് മറികടന്ന് RTO, സബ് RTOകൾ ബ്ലാക്ക് ലിസ്റ്റ് നടപടി തുടരുകയാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ സേവനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ RTOകൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ പല വാഹനങ്ങളും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉടമകൾ. കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജി ഹൈക്കോടതി ഒക്ടോബർ 14-ന് വീണ്ടും പരിഗണിക്കും. 24 തിരുവനന്തപുരം.